5 ലക്ഷം പാർട്ടി അംഗങ്ങളില്ലേ? ഈ മുക്കുപണ്ടത്തിന് നേരെ ഒന്ന് കാർക്കിച്ച് തുപ്പിക്കൂടെ? നട്ടലുള്ള ഒരുത്തനും ഈ പാർട്ടിയിലില്ലേ? പിണറായി വിജയന് നേരെ വലിയ പ്രതിഷേധം ശക്തമാകുമ്പോൾ പ്രതിരോധിക്കാൻ MV ഗോവിന്ദൻ പെടാപ്പാട് പെടുകയാണ്. എന്നാൽ ഇത് കിട്ടിയ അവസരമെന്ന് പാർട്ടി സെക്രട്ടറിയും മുതലാക്കുന്നുണ്ട്. കാരണം പിണറായി വിജയൻ വീണാൽ പിന്നെ താനാണല്ലോ എല്ലാം. അതിന്റെ ഒരു ആവേശത്തിലുമാണ് MV ഗോവിന്ദൻ. സഖാക്കളെ, ഇത് നിങ്ങൾ ജീവൻ കൊടുത്ത് കെട്ടിപ്പടുത്തതല്ലേ? എന്തിനാണ് ഇയാൾക്ക് വേണ്ടി നിങ്ങൾ വിടുവേല ചെയ്യുന്നത് എന്ന ചോദ്യം വരുന്നു. പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ വിവാദം കത്തുകയാണ്. അതിന്റെ തീ ആളിക്കത്തിച്ച് EP ജയരാജനും വന്നു. മുഖ്യമന്ത്രി എവിടെ പോയാലും നിങ്ങൾക്കെന്താണ്? അതൊക്കെ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനെന്ന EP-യുടെ ചോദ്യം പിണറായിക്ക് പാരയായി മാറിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി എവിടെ പോയി എന്നല്ല ചോദിച്ചത്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവിടെ പോയി, അദ്ദേഹത്തിന്റെ വിദേശയാത്രയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം കിട്ടണം. ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ടെന്നാണ് EP-ക്ക് ഉള്ള മറുപടി. അതിന്റെ കൂടെ മുട്ടൻ പണി വെച്ച് പിണറായിയുടെ എതിരാളി തന്നെ കളത്തിൽ വന്നിരിക്കുകയാണ്. ഇതും കമ്മ്യൂണിസമാണോ എന്ന് ചോദിച്ച് പിണറായിയുടെ വിദേശയാത്ര പൊളിച്ചടുക്കി ശക്തിധരൻ. തന്റെയും തന്റെ കുടുംബത്തിന്റെയും സുഖലോലുപതയാണ് തനിക്ക് സർവ്വതിലും മുഖ്യമെന്ന് ഒരു മടിയുമില്ലാതെ സധൈര്യം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു കമ്മ്യൂണിസ്റ്റിനെ ഭൂമുഖത്ത് മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് കേൾക്കുമ്പോൾ ചിരിക്കാനാണ് തോന്നുക. ഇതെന്ത് പോളിറ്റ് ബ്യൂറോ? കേരളത്തിൽ ഏതാനും സീറ്റിൽ മാത്രം വിന്യസിച്ചിരിക്കുന്ന പോളിറ്റ് ബ്യൂറോയുമുണ്ടോ? ഭേഷ്. ഗോർബച്ചേവ് റഷ്യയിൽ ചെയ്തത് ഓർമ്മയുണ്ടോ? പാർട്ടിയുടെ നേതൃ ശൃംഖലയിൽ കൽപ്പാന്തകാലത്തോളം തന്റെ അടിമകളായി നിന്നോളും എന്നുറപ്പുള്ള അനുയായ വൃന്ദങ്ങളെ പാർട്ടിയിൽ പല തട്ടുകളിലായി വിന്യസിച്ചു. പോളിറ്റ് ബ്യൂറോയിൽ തിരികെ കയറ്റിയ 20 പേരും തന്റെ ശിങ്കിടികൾ. ഒരാൾ മാത്രം വേറെ, അത് ഗോർബച്ചേവ് തന്നെ. അതാണ് കേരളത്തിലും പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കണ്ടത്. ചിലർ MLA, ചിലർ MP, മറ്റു ചിലർ മന്ത്രി, അങ്ങനെ. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒരുത്തൻ തന്റെ പ്രേയസിയെയും കൊണ്ട് കാരണഭൂതന്റെ സവിധത്തിലെത്തിയപ്പോൾ അവനെ MP ആക്കി ശൃംഗരിക്കാൻ കഴിവുള്ളവൾ മന്ത്രിണിയായി. എന്തൊരു കെട്ട കാലം! മാനം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ എന്തുമാകാമല്ലോ. ജനങ്ങൾ ആരാധിക്കുന്ന സുരേഷ് കുറുപ്പിന് ഒരു സ്പീക്കർ പദവിയെങ്കിലും കൊടുക്കണമെന്ന് സെക്രട്ടേറിയറ്റിൽ ശബ്ദം ഉയർന്നെങ്കിലും അതിൽ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കമ്മിറ്റിയിൽ കാരണഭൂതൻ എത്തിയ പാടെ വെട്ടൊന്ന് മുറി 2. ആശ്രിതരായി നിൽക്കാൻ തോഴന്മാർ വേറെയുണ്ടല്ലോ. തുടർഭരണം കൊണ്ടുവരുന്നതിൽ സംഘപരിവാർ ഒത്തുകളി ഏറെയുണ്ടായിരുന്നുവെങ്കിലും 1-ാം മന്ത്രിസഭയിലെ ഓരോ മന്ത്രിയുടെയും മികവ് എടുത്തു പറയാതിരിക്കാനാകില്ല. G. സുധാകരനെയും KK ശൈലജയെയും AK ബാലന്റെയും തോമസ് ഐസക്കിന്റെയും മേഴ്സിക്കുട്ടിയമ്മയുടെയും C. രവീന്ദ്രനാഥിന്റെയും പ്രഭാവം ആർക്ക് കുറച്ചു കാണാൻ കഴിയും? ഇന്നത്തെ മന്ത്രിസഭയിലോ മികവുറ്റവർ ആരുണ്ട്? 1-ഓ 2-ഓ? മറ്റെല്ലാം പൊട്ടകൾ. എല്ലാം മുഖ്യമന്ത്രിയുടെ ഏറാൻ മൂളികൾ. ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്ന യുവതിയെ യൂണിയൻ നേതാവിന്റെ ലൈംഗിക ദാഹം തീർക്കാൻ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാത്തതിന് പക വീട്ടിയ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉള്ളപ്പോൾ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവിടെ ഉള്ളത്?